ലെറ്റ്സ് ഗോ ടു ബീച്ച്. അപ്പൊ ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോ ബീച്ചിൽ പോയാലോ എന്ന് വിചാരിച്ചു. ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് 2 minutes വാക്ക് ചെയ്ത ബീച്ചിലെത്തി. ഞാൻ ബീച്ചിൽ പോകുന്ന വഴി ഒരു കാര്യം കണ്ടു. നമ്മുടെ ഹോം അലോൺ 2-ലുള്ള പീജിയൻ ലേഡി. എന്താ ഇവിടെ ഇത്രയും പ്രാവുകൾ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാ ഒരു ലേഡി അവിടെ ഇരുന്ന് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. നോക്കിയേ, ശരിക്കും ആ മൂവിയിലുള്ള ലേഡിയെ പോലെ തന്നെ ഇല്ലേ? ഈ കാഴ്ച കണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ബീച്ച് ലക്ഷ്യമാക്കി ഞാൻ വീണ്ടും നടന്നു. ഇത് ബീച്ചിന്റെ സൈഡിലുള്ള പാർക്കും ബീച്ചിലേക്കുള്ള വഴിയുമാണ്. ഇവിടെ ആളുകൾ ജോഗിങ്ങിനും എക്സസൈസിനൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതാ ഇവിടെ നോക്കിയാൽ ദൂരെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ബീച്ച്. അങ്ങനെ സാൻഡിലൂടെയുള്ള ഈ ഫുട്പാത്തിലൂടെ ഞാൻ വെള്ളത്തിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിലും ഫുട്പാത്തുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഷൂവിലും ചെരുപ്പിലൊക്കെ മണൽ കയറും എന്നുള്ള ടെൻഷൻ നമുക്ക് വേണ്ട. ഫൈനലി വി ആർ ഹിയർ. നോക്കി എന്ത് രസം കാണാനെന്ന്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ചപ്പ് ചവറുകളോ വേസ്റ്റോ ഒന്നുമില്ലാതെ നല്ല ക്ലീൻ ബീച്ച്. ആളുകളോ തിരക്കോ ഒന്നുമില്ല. നോക്ക്, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ബ്ലൂ സ്കൈ, വെയിലിന് പോലും ചൂടില്ല. പീസ്ഫുൾ ആയി വന്നിരിക്കാനും മൈൻഡ് ഫ്രീ ആക്കാനും പറ്റിയ സ്ഥലം. അങ്ങനെ കുറച്ചേരം ബീച്ചിലൂടെയൊക്കെ നടന്ന് കാറ്റൊക്കെ കൊണ്ട് ആ ടൈം അങ്ങോട്ട് എൻജോയ് ആക്കി. ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് നല്ല തണുത്ത കാറ്റാണ് ആ നേരത്തെ ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നെ വിറ്റാമിൻ ഡി കുറച്ച് കുറവുള്ളതുകൊണ്ട് കുറച്ച് വെയിലും കൊള്ളാന്ന് കരുതി. നല്ല രസമുള്ള ഒരുപാട് ഷെൽസ് അടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ബീച്ച്. ഇതുവരെ കാണാത്ത പല കളേഴ്സിലും ഡിസൈനിലുള്ള ഷെല്ലുകളായിരുന്നു അത്. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.